പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം മാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം ദശമോധ്യായ. ഭഗവാന്റെ അവതാരമാണ് ഈ അധ്യായത്തിൽ പ്രകീർത്തിക്കുന്നത്. ശ്രീശുകൗവാച ഖട്വാംഗാൽ ദീർഘബാഹുശ്ച രഘുസ്തസ്മാൽ പൃഥുശ്രവാ അജസ്തതോ മഹാരാജ തസ്മാൽ ദശരഥോഭവൽ. ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് കഥ തുടരുകയാണ്. ഹേ മഹാരാജാവേ, ഖട്വാങ്കാൽ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞില്ലേ ഖട്വാങ്കൻ എന്നുള്ള രാജർഷിയെ പറ്റി. അദ്ദേഹത്തിൽ നിന്ന്, ഖട്വാങ്കനിൽ നിന്ന് ദീർഘബാഹു എന്ന രാജാവുണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് പൃഥുശ്രവ രഘു, വളരെ യശസ്വിയായിട്ടുള്ള രഘു എന്ന് പറഞ്ഞുള്ള രാജാവുണ്ടായി. രഘുവിൽ നിന്ന് അജൻ ഉണ്ടായി. തസ്മാൽ അജനിൽ നിന്ന് ദശരഥ ഭവൽ ദശരഥനും ഉണ്ടായി. രഘുവിൻ്റെ പ്രത്യേക ഒരു വിശേഷപ്പെടുന്നു. പൃഥുശ്രവ, സൂര്യവംശത്തിലെ ഏറ്റവും പേരുകേട്ട രാജാവായിരുന്നു രഘു. ആ രഘുവംശം എന്ന് പറഞ്ഞൊരു കാവ്യം തന്നെ മഹാകവി കാളിദാസൻ എഴുതിയിട്ടുണ്ട്. ആ രഘുവിൻ്റെ വംശത്തിൽ ജനിച്ചുകൊണ്ടാണ് ഭഗവാനെ രാഘവൻ എന്ന് ശ്രീരാമചന്ദ്രന് രാഘവൻ എന്ന് പറയാൻ കാരണം. അത്ര ശ്രേഷ്ഠനായിരുന്നു രഘു. തസ്യാപി ഭഗവാനേഷ സാക്ഷാൽ ബ്രഹ്മമയോ ഹരി അംശാംശേന ചതുർഭാഗാൽ പുത്രത്വം പ്രാർത്ഥിതസുരൈ രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സീതാസമേത ശ്രീരാമചന്ദ്ര പ്രഭോ നമ. എന്താണ് അതിനുശേഷം? തസ്യാവി, ഈ ദശരഥന്റെ പുത്രനായിട്ട് ഭഗവാൻ ഏഷ, ആ ഭഗവാൻ തന്നെ, അതായത് മഹാവിഷ്ണു ഭഗവാൻ എങ്ങനെയാണ്? സാക്ഷാൽ ബ്രഹ്മമയോ ഹരി, ആ ബ്രഹ്മപൂർണ്ണ പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള ശ്രീഹരി എന്ത് ചെയ്തു? അംശാംശേന ചതുർധാകാൽ, തൻ്റെ അംശങ്ങളെ കൊണ്ട് നാലായി വിഭജിച്ചിട്ട് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിങ്ങനെ 4 പേരുകളോടുകൂടി ആ ദശരഥൻ്റെ പുത്രനായിട്ട് പുത്രത്വം പ്രാപിച്ചു. തസ്യാനുചരിതം രാജൻ ഋഷിഭി തത്വദർശിഭി ശ്രുതം ഹി വർണ്ണിതം ഭൂരി ത്വയാ സീതാപതേർമുഹു. കഴിഞ്ഞതിൻ്റെ സുരൈ പ്രാർത്ഥിത എന്നും കൂടി ഉണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ. അതായത് എന്തിനാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത്? ദേവന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ട് ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടും ദുഷ്ടന്മാരായുള്ള ശത്രുക്കളെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനോട് അവതരിച്ചത്. അങ്ങനെയുള്ള ഭഗവാന്റെ ചരിതം, തസ്യ അനുചരിതം ഏ രാജൻ പരീക്ഷത്തെ ഋഷിഭി തത്വദർശിഭി, തത്വദർശികളായിട്ടുള്ള അനവധി ഋഷിമാരാൽ, വാൽമീകി മഹർഷിമാരുള്ള ആൾക്കാരാൽ ഭൂരി വർണ്ണിതം, വളരെയധികം വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയുകയാണ്. തസ്യ സീതാപതേ അനുചരിതം, ആ സീതാപതിയുടെ വൃത്താന്തം ത്വയാ മുഹു ശ്രുതം ഹി, അങ്ങ് വീണ്ടും വീണ്ടും പലരിൽ നിന്നും രാമായണം കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അങ്ങ് സദസ്സിൽ വെച്ച് പലതവണ പല മഹർഷിമാരിൽ നിന്ന് ഈ ശ്രീരാമൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ടായിരിക്കും പറയുകയാണ് ശ്രീ ശിവബ്രഹ്മർഷി. അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഞാൻ വളരെ വിസ്തരിച്ചൊന്നും പറയാൻ പോകുന്നില്ല, എനിക്ക് നന്നായിട്ട് അറിയാം, എങ്കിലും ചുരുക്കിക്കൊണ്ട്, പക്ഷേ അതങ്ങനെ തത്വം മുഴുവൻ തയ്ക്കൊണ്ടാണ് അദ്ദേഹം ശ്രീ ശിവബ്രഹ്മർഷിയുടെ രാമായണം പറയില്ലേ. നമുക്കത് കൂടി ഇങ്ങനെ പോവാം. എങ്ങനെയാണ്? ഗുരുവർത്തേ ത്യക്തരാജ്യോ വ്യചരതനുവനം പത്മപദ്ഭ്യം പ്രിയായ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപതരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാൽ ശൂർപ്പണഖ്യാ പ്രിയവിരഹരുഷാരോപിത ഭ്രൂവിജൃംഭ ത്രസ്താബ്ധി ബദ്ധസേതു ഖലദവദഹന
കോസലേന്ദ്രോവതന്ന. ആ രാമായണം മുഴുവൻ ഒറ്റ ശ്ലോകം കൊണ്ട് അങ്ങോട്ട് ആദ്യം പറയുകയാണ്. എന്താണ്? ഗുരുവർദ്ധേ ത്യക്തരാജ്യ. ആ ഗുരു സ്ഥാനത്തുള്ള തൻ്റെ അച്ഛൻ്റെ ആഗ്രഹത്തിനായിട്ട് ത്യക്ത രാജ്യഭാരം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? കവീന്ദ്ര അനുജാഭ്യാം, വാനരപുങ്കവൻ അനുജൻ ഇവരാൽ മൃജിത പദരുച, നിർമാർജനം ചെയ്യപ്പെട്ട മാർഗക്ലേശത്തോടും, അതായത് കാട്ടിൽ കൂടെ നടക്കുന്ന സമയത്ത് കല്ലും മുള്ളൊക്കെ ഉണ്ടാവും. അത് ഈ സുഗ്രീവൻ നല്ല ഇതായുള്ള വാനരപുങ്കവൻ, അതുമാതിരി അനുജനായിട്ടുള്ള ലക്ഷ്മണൻ, അവർ രണ്ടുപേരും ഇങ്ങനെ വഴി അങ്ങനെ വൃത്തിയാക്കി കൊടുക്കും ശ്രീരാമചന്ദ്രൻ നടക്കുമ്പോൾ. കാരണം എന്താണ്? ആ മൃജിത പദരുച, വളരെ മാർഗക്ലേശത്തോടും പ്രിയായ പാണിസ്പർശ അക്ഷമാഭ്യാം പത്മപദ്ഭ്യാം, ആ ഭഗവാന്റെ ആ പാദങ്ങളെ അത്ര മൃദുവായിട്ടുള്ളതാണെന്ന് പറയുകയാണ്. കാരണം സീതാദേവിയുടെ തൻ്റെ പ്രിയായ പത്നിയായിട്ടുള്ള സീതാദേവിയുടെ കരസ്പർശം പോലും സഹിക്കാൻ അത്ര താമരപ്പൂ പോലെ സദൃശമായിട്ടുള്ള കാലിണകളാണ്, വളരെ മൃദുവായിട്ടുള്ള കാലിണകളാണ്. അപ്പോൾ അത് ആ കാട്ടിൽ കൂടെ മുള്ളുകൂടെ നടക്കു പോകുമ്പല്ലേ അത് വേദനിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് സുഗ്രീവനും ലക്ഷ്മണനും ഇങ്ങനെ വഴി മാറി കൊടുക്കുന്നത് പറയുകയാണ്. എന്നിട്ടോ അനുവനം വ്യജരൽ, ഓരോ വനങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിച്ചതും ശൂർപ്പണഖ്യ വൈരൂപ്യൽ, ആ ശൂർപ്പണഖയ്ക്ക് വൈരൂപ്യം വരുത്തുക കാരണമായി പ്രിയ വിരഹരുഷ, പത്നി വിരഹത്തിൽ തൻ്റെ പത്നിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് ആ വിരഹത്തിൽ നിന്നുടലെടുത്ത കോപാതിരേകത്താൽ ആരോപിത ഭ്രൂവിജൃംഭത്രസ്താബ്ദി, ആ കോപം കൊണ്ട് ആ തൻ്റെ ഉയർത്തിയ പുരുകക്കൊടികളുടെ ആ ചലനം ഒന്നുകൊണ്ട് പേടിച്ച് വരച്ചിട്ടുള്ള ആ സമുദ്രദേവത കൂടിയാണ്. എന്ത് ചെയ്തു? ആ സമുദ്രദേവത വേഗം വന്ന് വഴിമാറി കൊടുത്തു, ബദ്ധസേതു. അപ്പം ആ സേതുബന്ധനം നടത്തിയിട്ട് ഖലദേവദഹന, ദുഷ്ടവർഗമാകുന്ന ആ വനത്തിന്, അതായത് അസുരന്മാരാകുന്ന വനത്തിന് അഗ്നിയായി തീർന്നതുമായിട്ടുള്ള യാതൊരാളാണോ സ ആ കോസലേന്ദ്ര അമ്പ്യാൽ, ആ ശ്രീരാമചന്ദ്ര പ്രഭു, കോസലേന്ദ്രനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭു ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നാണ് ആ ഒറ്റ ശ്ലോകം കൊണ്ട്. കോസലം എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. ദശരഥൻ്റെ രാജ്യം ഉത്തര കോസലാണ്. അതിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ നഗരം സ്ഥിതി ചെയ്യുന്നത്. ആ ഗംഗയുടെ പോഷക നദിയായിട്ടുള്ള സരയൂ തീരത്താണ് ഈ അയോധ്യ നഗരം. ഈ ദശരഥൻ്റെ പത്നിയായിട്ടുള്ള കൗസല്യ ദക്ഷിണ കോസല രാജാവിൻ്റെ മകളുമാണ്. വിശ്വാമിത്രാധ്വരേയേന മാരീചാദ്യാനിശാചര പശ്യതോ ലക്ഷ്മണസ്യൈവ ഹതാ നൈഋതപുങ്കവ. വിശ്വാമിത്രൻ്റെ യാഗത്തിൽ വിശ്വാമിത്രാധ്വരേ മാരീചൻ തുടങ്ങിയിട്ടുള്ള നൈഋതപുങ്കവ രാക്ഷസമുഖ്യന്മാർ ലക്ഷ്മണസ്യ പശ്യതേവ, ലക്ഷ്മണൻ നോക്കി നിൽക്കുന്ന സമയത്ത് യേന ഹത യാതൊരാളാൽ നിഗ്രഹിക്കപ്പെട്ടു. ഇതൊക്കെ എതിലേക്കാണ് ബന്ധപ്പെടുത്തുന്നത്? അങ്ങനെയുള്ള ആ കോസലേന്ദ്രൻ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയണം. അതാണ് ആ യാതൊരാളാൽ, അതൊക്കെ ഇതിലേക്കാണ് ബന്ധിക്കുന്നത്. യോ ലോകവീരസമിതൗ ധനുരൈശമുഗ്രം സീതാ സ്വയംവരഗൃഹേ ത്രിശതോപനീതം ആദായ ബാലകജലീല ഇവേക്ഷു യഷ്ടിം സജ്ജീകൃതം നൃപ വിഗൃഹ്യഭഞ്ജമധ്യേ. ഹേ രാജൻ പരീക്ഷിത്തേ, സീതാ സ്വയംവരഗൃഹേ, സീതാ സ്വയംവരത്തിന് ഒരുക്കിയിട്ടുള്ള ആ വേദിയിൽ വെച്ച് ത്രിശതോപനീതം 300ഓളം വാഹകന്മാർ വഹിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഉഗ്രം ശൈവം ധനു, കഠിനമായിട്ടുള്ള ശിവധനുസ്സിനെ ലോകവീരസമീതോ, ലോകത്തിലെ വീരന്മാരുടെ മുമ്പിൽ വെച്ച് ആദായ എടുത്ത് സജ്ജീകൃതം, ആ വില്ല് ഞാൻ കൊലച്ചിട്ട് വികൃഷ്യ ആഞ്ഞു വലിച്ച് ബാലകജലീല, ഒരു ആനക്കുട്ടിയുടെ ആ വിനോദം പോലെ ഇക്ഷുയഷ്ടി കരിമ്പ്, ആനക്കുട്ടി കരിമ്പിൻ തന്നെ എന്നോണം യാതൊരാൾ ആ നടുകിൽ അങ്ങോട്ട് മുറിച്ചു ഭഞ്ചിച്ചു. ആ ശ്രീരാമചന്ദ്രൻ ഞങ്ങളെ രക്ഷിക്കട്ടെ. ജിത്വാനുരൂപ ഗുണശീലവയോംഗരൂപാം സീതാവിലം ശ്രിയമുരസ്യഭിലബ്ധമാനം മാർഗേ വ്രജൻ ഭൃഗുപതേർവ്യനയൽ പ്രരൂഢം ദർപ്പം മഹിം അകൃത രാജബീജം. അനുരൂപ ഗുണശീല വയ അംഗരൂപം, തനിക്കൊത്ത ആ ഗുണങ്ങൾ, ആ ശീലം, അതുമാതിരി പ്രായം, ശരീര സൗന്ദര്യം
ഇതെല്ലാം തികഞ്ഞവളും സീതാഭിതാം, സീത എന്നു പേരോടും കൂടിയിട്ടുള്ള ഉരസി അഭിലബ്ധമാണ്. തൻ്റെ മാരടത്തിൽ ആദ്യമേ തന്നെ ലഭിച്ച സൽക്കാരത്തോടും കൂടിയ ശ്രീയം. ഇവിടെ സീത എന്ന് പറഞ്ഞ് ജനിച്ചത് ആരാണ്? സാക്ഷാൽ തൻ്റെ മാരടത്തിൽ എപ്പോഴും വാസസ്ഥാനം കൊടുത്തുള്ള ലക്ഷ്മി ഭഗവതിയാണ്. അതാണ് സൂചിപ്പിക്കുന്നത്. ആ സീതാദേവിയെ ലഭിച്ചിട്ട് ജിത്വ സ്വന്തമാക്കി വ്രജൻ യാത്ര ചെയ്യാതെ അയോധ്യയിലേക്ക് തിരിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് മാർഗേ വഴിമധ്യത്തിൽ വെച്ച് ഏതൊരാൾ മഹീം ത്രിഭൂമിയിൽ 3 വട്ടം സഞ്ചരിച്ച് അരാജബീജം ക്ഷത്രിയ ബീജരഹിതമാക്കി ആകൃത ചെയ്തുവോ തസ്യ ഭൃഗുപതേ, ആ ഭാർഗവരാമൻ്റെ പ്രരൂഢം ദർപ്പം വർദ്ധിച്ച അഹങ്കാരത്തെ വ്യനയൽ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിനെ ശമിപ്പിച്ചു. അങ്ങനെയുള്ള കോസലേന്ദ്രൻ ഞങ്ങളെ രക്ഷിക്കട്ടെ. യസത്യപാശപരിവീതപിതൃർനിദേശം സ്ത്രൈണസ്യ ചാപി ശിരസാ ജഗൃഹേ സ ഭാര്യ രാജ്യം ശ്രിയം പ്രായിന സുഹൃദോ നിവാസം ത്യക്വായയോ വനമസൂരിവ മുക്തസംഗ. സ്ത്രൈണസ്യ ച അപി, ഒരു തൻ്റെ പത്നിയുടെ സ്വാധീനത്തിലാണെങ്കിലും സ്ത്രീയുടെ സ്വാധീനത്തിലാണെങ്കിലും സത്യപാശ പരിവീത പിതു, സത്യവാക്കാവുന്ന പാശത്താൽ ആ ബന്ധിക്കപ്പെട്ടവനായിട്ടുള്ള തൻ്റെ അച്ഛൻ്റെ നിർദ്ദേശം ആജ്ഞയെ ശിരസാ ജഗൃഹേ, യാതൊരാളാണോ ശിരസാ സ്വീകരിച്ചിട്ട് മുക്തസംഘ സർവസംഘ പരിത്യാഗം ചെയ്ത യോഗി അസൂനിവ പ്രാണങ്ങളെ എന്ന പോലെ രാജ്യം, തൻ്റെ രാജ്യാവകാശത്തെയും ശ്രീയ ഐശ്വര്യത്തെയും പ്രണയിന സ്നേഹജനങ്ങളെയും സുഹൃത ബന്ധുമിത്രാദികളെയും നിവാസസ്ഥാനമായിട്ടുള്ള അയോധ്യ രാജ്യത്തെയും ത്യജിച്ചിട്ട് സഭാര്യ പത്നി സമേതനായി വനം യയൗ, വനത്തിലേക്ക് യാത്രയായി. ആ ശ്രീരാമചന്ദ്രദേവൻ എന്നെ രക്ഷിക്കട്ടെ എന്നാണ്. രക്ഷസ്വസുവ്യകൃതരൂപമശുദ്ധബുദ്ധേർ തസ്യാഖരത്രിശിരദൂഷണമുഖ്യബന്ധുൻ ജഗ്നേ 14 സഹസ്രമപാരണീയ കോദണ്ഡപാണിരണമാന ഉവാസകൃച്ഛ്രം. അശുദ്ധബുദ്ധേ രക്ഷസ്വസു, ദുഷിച്ച ബുദ്ധിയുള്ളവളായ ആ രാക്ഷസ സഹോദരിയുടെ, അതായത് ശൂർപ്പണഖയുടെ രൂപം വ്യകൃത, ആകൃതി വികൃതമാക്കി തീർത്തു. അപാരണീയ കോദണ്ഡപാണി, ആർക്കും തടുക്കാനാകാത്ത ആ വില്ലേന്തിയനായിട്ടുള്ള കോദണ്ഡപാണിയായിട്ടുള്ള ആ കോദണ്ഡരാമൻ തസ്യാ, അവളുടെ ത്രിശിര ദൂഷണ മുഖ്യബന്ധുക്കളായിട്ടുള്ള ഖരൻ ത്രിശിരസ് ദൂഷണം തുടങ്ങി ആ ബന്ധു 14 സഹസ്രം 14,000 പേരെ ജഗ്നെ നിഗ്രഹിച്ചു. എന്നിട്ട് കാട്ടിൽ അലഞ്ഞു നടന്നുകൊണ്ട് കൃച്ഛ്രം ഉവാസജ, വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ എന്നെ രക്ഷിക്കണേ. സീതാഗതശ്രവണദീപിതഹൃച്ഛയേന സൃഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ ജഗ്നേത്ഭുതേന വപുഷാ ശ്രമതോപകൃഷ്ടോ മാരീചമാശു വിശികേന യഥാക്കമുഗ്രാ. ഹേ നൃപതേ, പരീക്ഷിത്തേ, സീതാഗതാശ്രവണ ദീപിതഹൃച്ഛയേന, ഇങ്ങനെ തൻ്റെ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖയിൽ നിന്ന് സീതാദേവിയുടെ വൃത്താന്തങ്ങൾ കേൾക്കൊണ്ട് ജ്വലിപ്പിക്കപ്പെട്ട കാമാവേശത്തോടു കൂടിയ ദശകന്ധരേണ, രാവണനാൽ സൃഷ്ടിക്കപ്പെട്ടവനും അത്ഭുത ഏണ വപുഷ, അത്ഭുതകരമായ മാനിൻ്റെ രൂപത്തോടു കൂടിയവനുമായ മാരീചം വിലോക്യ, മാരീചനെ കണ്ടിട്ട് ആശ്രമത അപകൃഷ്ട, ആശ്രമത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടവനായിട്ട് ഉഗ്ര യഥാ വിശിഖേന ആശു ജഗ്നെ, പരമേശ്വരൻ എന്ന പോലെ ബാണത്താൽ മാരീചനെ ആ യുദ്ധത്തിൽ വധിച്ചു എന്ന് പറയുകയാണ്. അതായത് ശിവൻ ദക്ഷിണ ഏതാണ് യഥാക്കം ഉഗ്ര, ദക്ഷനെ ശിവൻ എങ്ങനെ വധിച്ചു അതുമാതിരിയാണ് മാരീചനെ ഭഗവാൻ വധിച്ചതെന്നാണ്. രക്ഷോധമേന മൃഗവൽ വിപിനേ സമക്ഷം വൈദേഹരാജദുഹിരല്യഭയാപിതായം ഭ്രാത്രാവനേ കൃപണവൽ പ്രിയയാ വിയുക്ത സ്ത്രീസംഗിനം ഗതിമിതി പ്രദയഞ്ചാര.
ആ സമയത്ത് എന്തുണ്ടായി? ആ മാരീചൻ്റെ പിന്നാലെ ഭഗവാൻ പോയ സമയത്ത് രക്ഷോധമേന അധമനായിട്ടുള്ള രാക്ഷസനാൽ വൃഗവൽ ഒരു ചെന്നായ എന്നോണം അസമക്ഷം താൻ കാണാതെ വൈദേഹരാജദുഹിതരി വിദേഹരാജപുത്രിയായിട്ടുള്ള സീതാദേവി അപയാപിതായാം അപഹരിക്കപ്പെട്ടപ്പോൾ പ്രിയയാ വിയുക്ത തൻ്റെ പ്രിയപത്നിയാൽ വേർപെട്ടവനായിട്ട് കൃപണവൽ ഒരു ദീനനെന്നെ പോലെ നടിച്ചുകൊണ്ട്, അതാണ് കൃപണവൽ എന്ന് പറഞ്ഞിട്ട്, സ്ത്രീസംഗിനം ഗതിമിതി ഈ സ്ത്രീകളുടെ പിന്നാലെ അല്ലെങ്കിൽ സ്ത്രീസംഗികളായിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ ഇപ്രകാരമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭ്രാത്ര വനേചാര തൻ്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണനോടത്ത് ആ വിരഹ ദുഃഖത്തോടു കൂടിയിട്ട് അങ്ങനെ കാട്ടിലങ്ങനെ സീതാദേവി അന്വേഷിച്ചുകൊണ്ട് നടന്നു എന്ന്. എന്തിനാണ്? ഭഗവാന്റെ അതൊരു നാട്യമായിരുന്നു എന്ന്. എന്തിനാ? അത് ഈ സ്ത്രീകളുടെ പിന്നാലെ വിഷയങ്ങളിൽ മുഴുകിയിട്ടുള്ള സാധാരണ മനുഷ്യന്മാർക്ക് ഇതാണ് ഗതി. ഭഗവാനായിട്ടുള്ള എനിക്കും കൂടി ഇങ്ങനെ അവസ്ഥ വന്നു വെച്ചാൽ അയച്ചു നോക്കൂ എന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യ മഹൻ കബന്ധം ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യ മഹൻ കബന്ധം സഖ്യം വിധായ കവിഭിർ ദയിതാഗതിം തൈ ബുദ്ധ്വാദബാലിനിഹതേ പ്ലവകേന്ദ്ര സൈന്യൈർ വേലാമകൽ സമനുജോജ ഭവാർച്ചിതാംഗ്രീ. ആരാണ് ഈ ഭഗവാൻ? അജഭവാർച്ചിതാംഗ്രി, ബ്രഹ്മാവ്, പരമേശ്വരൻ എന്നിവരാൽ പൂജിക്കപ്പെടുന്ന ശ്രീപാദത്തോടു കൂടിയായിട്ടുള്ള സമനുജ ആയ ആ മായാമനുഷ്യൻ എന്ത് ചെയ്തു? ആത്മകൃത്യ ഹതകൃത്യം, തൻ്റെ കൃത്യനിർവഹണത്താൽ തനിക്ക് ചെയ്യപ്പെടേണ്ടത് ഹതമായ ജടായുവിനെ ദഗ്ധ ദഹിപ്പിച്ച്, അതായത് തൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ പത്നിയെ ഇതിൽ കട്ടുകൊണ്ട് രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് ജടായു പരിശ്രമിച്ചു. ആ ജടായു എന്ത് ചെയ്തു? അതിൽ സ്വയം വധിക്കപ്പെട്ടു. അങ്ങനെയുള്ള ജടായുവിനെ ദഗ്ധ ദഹിപ്പിച്ച് കബന്ധം അഹൻ, അതിനുശേഷം കബന്ധനെ വധിച്ചു. അതിനുശേഷം കവിഭി വാനരന്മാരോടുകൂടി സഖ്യം ചെയ്തിട്ട് ബാലിനി കഥയെ ബാലിയെ വധിച്ചതിന് ശേഷം തൈ അവർ മുഖാന്തരം ദൈതാഗതിയും പത്നി പോയ വഴി ഏതെന്ന് ബുദ്ധ്വ മനസ്സിലാക്കിയിട്ട് പ്ലവകേന്ദ്ര സൈന്യേ വാനരരാജാവിൻ്റെ സൈന്യങ്ങളോടുകൂടി വേലാം അകാൽ സമുദ്രതീരത്തിലേക്ക് അങ്ങോട്ട് എത്തിച്ചേർന്നു. രോഷവിഭ്രമ വിവൃത്ത കടാക്ഷപാദ സംഭ്രന്ത നക്രമകരോ മയകീർണ ഘോഷ സിന്ധുശിരശരിഹണം പരിഗൃഹ്യ രൂപീ പാദാരവിന്ദമുപഗമ്യ ബഭാഷ ഏതൽ. ആ പെട്ടെന്ന് ആ സമുദ്രത്തിന് മുമ്പിൽ അങ്ങോട്ട് എത്തിയിട്ട് സമുദ്രം വഴി തരുന്നില്ല. ആ സമയത്തേക്ക് രോഷ വിഭ്രമ വിവൃത്ത കടാക്ഷപാദ സംഭ്രാന്ത നക്രമകര, ആ പെട്ടെന്ന് വഴി യഥാർത്ഥത്തോണ്ട് ദേഷ്യം വന്നിട്ട് ആ രോഷത്തിൻ്റെ പരാക്രമത്താൽ ചുഴറ്റപ്പെട്ട കടക്കണ്ണോട്ടം കൊണ്ട് അമ്പരന്ന് ഉഴറിയിട്ടുള്ള ആ ജലജന്തുക്കളുടെ നക്രമകരാദികളോട് കൂടിയിട്ടും ഭയകീർണ കോശ പേടിച്ച് നിലച്ചുപോയി ഇരുമ്പത്തോടു കൂടിയ സിന്ധു സമുദ്രം രൂപി സമുദ്രരൂപത്തിൽ അതിലെ വരുണൻ്റെ സമുദ്രദേവത രൂപം ധരിച്ച് വന്നിട്ട് അരിഹണം ശിരസി തിരുമുൽക്കാഴ്ച തലയിൽ വഹിച്ചുകൊണ്ട് പാദാരവിന്ദം ഉപഗമ്യ ഭഗവാന്റെ പാദപത്മങ്ങളെ ഇങ്ങനെ സമീപിച്ചിട്ട് ഏതൽ ഉവാച ഇപ്രകാരം പറഞ്ഞു. നത്വം വയം ജഡതിയോന്നു വിദാമ ഭൂമൻ കൂടസ്ഥമാദിപുരുഷം ജഗതാമധീശം യൽ സത്വത സുരഗണാരജസ പ്രജേശ മന്യോശ്ച ഭൂതപതയ സ ഭവാൻ ഗുണേശ. എന്താ ജലദേവത പറഞ്ഞത്? ഏ ഭൂമൻ, അല്ലയോ സർവാത്മൻ, ജഗതാം അധീശം, ലോകങ്ങളുടെ മുഴുവൻ അധിപനും ആദിപുരുഷനും കൂടസ്ഥ മൂലകാരണവുമായ ത്വാം നു അങ്ങയെ വേണ്ട പോലെ ജഡതീയ വയം വെറും മൂഢബുദ്ധികളായുള്ള അടിയങ്ങൾ ഇന്നേ വരെ വിധാമ അറിഞ്ഞിട്ടില്ല. യൽ യാതൊരാളുടെ സ്വാധീനത്തിലുള്ള സത്വഗുണത്തിൽ നിന്ന് സുരഗണ ദേവഗണങ്ങളും രജോ ഗുണത്തിൽ നിന്ന് പ്രജാപതിമാരും മന്യോ തമോ ഗുണത്തിൽ നിന്ന് ഭൂതപതയ രുദ്രാദികളായിട്ടുള്ള ഭൂതനാഥന്മാരും ഉണ്ടായോ. സ ഭവാൻ അങ്ങ് ഗുണേശ എല്ലാ ഗുണങ്ങളുടെയും ഈശനാണ്. കാമം പ്രയാഹി ജഹി വിശ്രവസോവമേഘം ത്രൈലോക്യരാവണമാപ്നുഹി വീരപത്നിം ബത്നീഹി സേതുമിഹതേ യശസോ വിദൈത്യൈ
ഗായന്തി ദിഗ്വിജയിനോ യമുപേത്യ ഭൂപ. ഹേ വീര, ഭഗവാനെ, വീരനായിട്ടുള്ള ഭഗവാനെ, കാമം യഥേഷ്ടം പ്രയാഹി, അങ്ങക്ക് ഞാൻ മാർഗം തന്നു, അങ്ങയുടെ ഇഷ്ടം പോലെ പോയിക്കൊണ്ടാലും വിശ്രവസ ആവമേഹം, ആ വിശ്രവസിൻ്റെ മലം തന്നെ ആയവനും, വിശ്രവസിൻ്റെ പുത്രനാണ് രാമനെ, പക്ഷേ വിശ്രവസിൻ്റെ മലന്മാരി അത്ര ദുഷ്ടവനാണെന്ന് പറയുകയാണ്. ത്രൈലോക്യ രാവണം, 3 ലോകത്തെയും ആയവനെ ജഹി നിഗ്രഹിച്ചാലും പത്നിം അവാപ്നുഹി, അങ്ങയുടെ പത്നിയെ വീണ്ടെടുത്താലും തേ യശസ്, അങ്ങയുടെ കീർത്തിയുടെ വിധത്തെ ലോകത്തിൽ മുഴുവൻ പ്രചാരത്തിനായി ഇവിടെ സേതും ബദ്നീഹി, ഇവിടെ ഒരു സേതുവിനെ ബന്ധിച്ചാലും ദിഗ്വിജയിന ഭൂപ, ദിഗ്വിജയം നടത്തിയ രാജാക്കന്മാർ യം ഉപേത്യ, യാതൊരിടത്ത് വന്ന് ഗായന്തി, അങ്ങയുടെ ആ മഹത്വത്തെ, അപദാനത്തെ പാടിപ്പോഴ്ത്തുന്നതാണ്. ഒക്കെ വരുണൻ ഭഗവാനോട് സ്തുതിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ സമയത്ത് വരുണന്റെ വന്ന മാർഗം തന്നത് കൂടിയിട്ട് ബദ്വോദൗ രഘുപതി വിവിധാദ്രികൂടൈ സേതും കവീന്ദ്ര കരകമ്പിലപൂരുഗംഗൈ സുഗ്രീവ നീലാനുമൽ പ്രമുഖൈരണീകൈ ലങ്കം വിഭീഷണദൃശാവിശദഗ്രം കവീന്ദ്ര കരകമ്പിതപൂരുഗംഗൈ. അതിനുശേഷം വാനരശ്രേഷ്ഠന്മാരുടെ കൈകളാൽ ഇളക്കിപ്പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള വൃക്ഷങ്ങളാലും അവയുടെ കൊമ്പ് ചില്ല ഇവകളാലും വിവിധ അദ്രികൂടെ പലയിടത്തുനിന്ന് കൊണ്ടുവന്നുള്ള പർവ്വത ശിഖരങ്ങളാലും ഉദധൗ സേതും ബത്വ, കടലിലെ സേതു ബന്ധിച്ച് സുഗ്രീവ നീല ഹനുമൽ പ്രമുഖൈ, സുഗ്രീവൻ, നീലൻ, ഹനുമാൻ എന്നീ പ്രമുഖന്മാരായിട്ടുള്ള വാനരന്മാരടങ്ങിയിട്ടുള്ള അനീകൈ സേനകളോടുകൂടെ വിഭീഷണനാൽ വഴി കാണിക്കപ്പെട്ട് അഗ്രദഗ്ധ, ആദ്യമേ തന്നെ കത്തിച്ചുള്ള ഹനുമാൻ പണ്ട് വന്നിട്ട് തൻ്റെ വാല കൊണ്ട് കത്തിച്ച് ലങ്കാപുരി മുഴുവൻ ദഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആദ്യമേ കത്തിച്ച ലങ്കയെ രഘുപതി ആവിശൽ, രഘുപതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമി പ്രവേശിച്ചു. സാവാനരേന്ദ്ര ബലരുദ്ധ വിഹാര കോഷ്ട ശ്രീദ്വാര ഗോപുര സദോവലഭീ വിടങ്ക നിർഭജ്യമാന ദിഷണധ്വജഹേമ കുംഭ ശൃംഗാടക ഗജകുലൈർ ഹൃദനീവ ഘൂർണ. വാനരേന്ദ്ര ബല രുദ്ധവിഹാര കോഷ്ട ശ്രീദ്വാര ഗോപുര സദ വലഭീ വിടങ്ക. അതായത് നല്ല ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആനകളുടെ നേതൃത്വത്തിലുള്ള സൈന്യത്താൽ നിരോധിക്കപ്പെട്ടുള്ള ക്രീഡാഗൃഹങ്ങൾ, ധാന്യശേഖരങ്ങൾ, കോശങ്ങൾ, ഗോപുരദ്വാരങ്ങൾ, കോട്ടവാതിലുകൾ, സഭാതലങ്ങൾ, മട്ടുപ്പാവുകൾ, അതുമാതിരി ചെയ്തില്ലേ പ്രാക്കൂടുകൾ, ഇങ്ങനെയോടുകൂടിയുള്ള തകർക്കപ്പെട്ട കോലായ കൊടിമരം, ഹേമകുംഭ, പൊന്താഴികക്കുടങ്ങൾ, ഇങ്ങനെ ശ്രേഷ്ഠമായിട്ടുള്ള ലങ്കാപുരിയുടെ ആ കൊടിമരം തകർത്തു. അതിൻ്റെ താഴികക്കുടങ്ങൾ, നാൽക്കവകളിൽ കൂടിയുള്ള ആ ലങ്കാനഗരം ഗജകുലൈ, ആനകളുടെ സംഘങ്ങളാൽ ഹൃദിനി തടാകം എന്ന പോലെ ഗൂർണ കലക്കി മറിക്കപ്പെട്ടതായി പറയുകയാണ്. ഈ വാനരവീരന്മാർ ഉള്ള സേനകൾ കൂടി ഭഗവാൻ അങ്ങോട്ട് കയറി ചെന്ന് ലങ്കാപുരി മുഴുവൻ അങ്ങോട്ട് ചെന്ന ശ്രേഷ്ഠ ലങ്കാപുരിയെ മുഴുവൻ ആനക്കൂട്ടം ചെന്നിട്ട് എങ്ങനെ ഒരു തടാകത്തിനെ കലക്കി മറിക്കണു അതുമാതിരി കൊത്തിമറിച്ചു ലങ്കാപുരി മുഴുവൻ എന്ന് പറയുകയാണ്. രക്ഷപ്പതി തദവലോക്യ നികുംഭ കുംഭ ധൂമ്രാക്ഷതുർമദ സുരന്തനരാന്തകാദീൻ പുത്രം പ്രഹസ്തമധികായ നികമ്പനാദീൻ സർവാനുഗൻ സമഹിനോദത കുംഭകർണം. ഇത് കണ്ടപ്പോൾ രാവണനും സഹിച്ചില്ല. രക്ഷപ്പതി, രക്ഷസുകളുടെ അധിപനായിട്ടുള്ള അദ്ദേഹം അതെല്ലാം അവലോക്യ കണ്ടിട്ട് നികുംഭ കുംഭ ധൂമ്രാക്ഷ ദുർമദ സുരാന്ത നരാന്തക ആദീൻ. നികുംബൻ, കുംഭൻ, ധൂമ്രാക്ഷൻ, ദുർമദൻ, സുരാന്തകൻ, നരാന്തകൻ, അധികായ വികമ്പനാദീൻ, അധികായൻ, വികമ്പനൻ മുതലായിട്ടുള്ള എല്ലാ അനുചരന്മാരെയും ഒപ്പം തൻ്റെ പുത്രനായിട്ടുള്ള മകനെയും, അതായത് പിന്നെ പ്രഹസ്തനെയും പിന്നെ സമഹിനോൽ അങ്ങനെ പറഞ്ഞയച്ചു. യാതുദാനപ്രദനം അസിശൂലചാപ പ്രാസൃഷ്ടി ശക്തശരതോമര ഖഡ്ഗദുർഗാം സുഗ്രീവ ലക്ഷ്മണ മരുത്സുതഗന്ധമാദ
നീലാംഗദർക്ഷ വനസാധിവിരന്വിതോകൾ. അങ്ങനെ രാവണ സൈന്യത്തിൻ്റെ അസുരന്മാരോട് കൂടി രാവണ സൈന്യം വന്ന സമയത്ത് ഭഗവാന്റെ ഭാഗത്തു നിന്ന് സുഗ്രീവൻ, ലക്ഷ്മണൻ, മരുത്സുതൻ അതായത് ഹനുമാൻ, ഗന്ധമാദൻ, നീലൻ, അംഗദൻ, രക്ഷൻ, പനശൻ മുതലായവരോട് കൂടിയിട്ട് ആസി, ചൂല, ചാപ, പ്രാസ, ഇഷ്ടി, ശക്തി, ശര, തോമര, ഖഡ്ഗ, ദുർഗം പലതരത്തിലുള്ള ആയുധങ്ങൾ, വാള്, ശൂലം, വില്ല്, കുന്തം, വേല്, അമ്പത്തൊന്നിലൊക്കെ ഗദ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെയാണ് അടുക്കാനെടുത്ത താം യാതുദാനപ്രദ ആ രാക്ഷസൈന്യത്തെ ഇവരും അങ്ങോട്ട് നേരിട്ടു എന്ന് പറയാണ്. തേനീകവ രഘുപതേരഭിഭവിത്യ സർവേ ദ്വന്ദ്വം വരൂതം ഇഭവത്തിരതോശ്വയോധൈ ജഗ്ദ്രുമൈ ഗിരിഗതേഷുഭിരംഗദാദ്യ സീതാവിമർശഹതമംഗള രാവണേശാൻ. അംഗദൻ തുടങ്ങിയിട്ടുള്ള രഘുപതേ തേ സർവേ ശ്രീരാമചന്ദ്രന്റെ എല്ലാ സൈന്യാധിപന്മാരോടും കൂടിയിട്ട് ചാടി വീണ് സീതാഭിമർശ ഹതമംഗള രാവണേശാൻ സീതാദേവിയെ സ്പർശിച്ചതുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും നശിച്ചിട്ടുള്ള ആ രാവണൻ നേതാവായിട്ടുള്ള അസുര സൈന്യത്തെ അവരെങ്ങനെ ഇഭപത്തിരഥ അശ്വയോധ ആന കാലാള ചതുരംഗ സൈന്യമാണ് കൂടിയിട്ടുള്ള അവരെ വരൂധം ആ രാഷ്ട്ര സൈന്യത്തെ ദ്രുമൈ ഗിരിഗതേഷുഭി വൃക്ഷങ്ങളെ കൊണ്ടും മലകള്, ഗതകള്, ശരങ്ങളെ എന്നിവ കൊണ്ടും ഒന്നിനൊന്ന് ഇരട്ടി ജഗ്നു കൊന്നൊടുക്കി എന്ന് പറയുകയാണ്. ദ്വന്ദ്വം ജഗ്നു രക്ഷപ്പതി സ്വബലനഷ്ടിമപേക്ഷ്യരുഷ്ട ആരുഹ്യയാനകമതാഭിസസാര രാമം സ്വസ്യന്തനേ ദ്വിമതി മാതലിനോപനീതേ വിഭ്രാജമാനമഹനൽ നിശിതൈക്ഷുര സ്വബലനഷ്ടിം അപേക്ഷ തൻ്റെ സൈന്യത്തിൻ്റെ വൻ നാശത്തെ കണ്ടിട്ട് രക്ഷപതി കുപിതനായിട്ടുള്ള രാക്ഷസചക്രവർത്തിയായിട്ട് രാവണൻ യാനകം ആയിരിക്കും തൻ്റെ രഥത്തിൽ അങ്ങോട്ട് കയറിയിട്ട് ആ സമയത്ത് എന്തുണ്ടായി? മാതലിന ഉപനീതേ ദ്യുമതി സ്വസ്യന്തനെ. ആ സമയത്ത് ഭഗവാന് തേരില്ല നിലത്ത് നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് മനസ്സിലായപ്പോഴേക്കും ദ്യുമതി എങ്ങനെയാണ് ശോഭിക്കുന്നതായുള്ള തൻ്റെ സ്വർഗത്തിലെ രഥം ഇന്ദ്രൻ താഴ്ത്തിക്ക് കൊടുത്തയച്ചു മാതലി തേരാളിയാക്കിക്കൊണ്ട്. അങ്ങനെ സ്വർഗത്തിലെ രഥത്തിൽ ശോഭിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനെയാണ് കയറിയിട്ട് ആ ശ്രീരാമചന്ദ്രനെ രാവണൻ അഭിഷസാര എതിരിട്ടടുത്തു. നിശിതൈ ക്ഷുരപ്രൈ അഹനൽ വളരെ മൂർച്ചയേറിയ കൂർത്ത അമ്പുകളാൽ മുറിവേൽപ്പിച്ചു എന്ന് പറയുകയാണ്. രാമസ്തമാഹ പുരുഷാദ പുരീഷയെന്ന കാന്താസമക്ഷമസദാപഹൃദാശ്വവത്തേ ത്യക്തത്രപസ്യ ഫലമദ്യജുഗുപ്സിതസ്യ യച്ഛാമി കാലൈവ കർത്തുമലങ്ക്യ വീര്യ. ഏ പുരുഷാദ പുരീഷ, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണനോട് പറയുകയാണ്, എടാ നരഭോജികളായിട്ടുള്ള രാക്ഷസന്മാരുടെ മലമയത്തിന് തുല്യനായിട്ടുള്ളവനെ എന്ന് പറയുകയാണ്. യത്ന യാതൊരു കാരണത്താൽ നമ്മുടെ അസമക്ഷം എൻ്റെ അസാന്നിധ്യത്തിൽ എൻ്റെ കാന്ത എൻ്റെ ഭാര്യ ഒരു പട്ടിയെ പോലെ അസത്തായ നിന്നാൽ അപഹരിക്കപ്പെട്ടുവോ? അതിൻ്റെ ഫലം അപത്രപസ്യ നാണം കെട്ടവനും നീചമായ പ്രവൃത്തിയുടെ കർത്താവുമായ നിനക്ക് കാലമെന്ന പോലെ അലങ്ക്യവീര്യ അതിക്രമിക്കാൻ ഒരിക്കലും അരുതാത്ത വീരത്തോടുകൂടിയ ഞാൻ ഇപ്പോൾ തന്നെ കാട്ടിത്തരുന്നുണ്ട്. ഇനി രാമത്തമ എന്ന് ശ്രീരാമചന്ദ്രസ്വാമി രാവണനോട് പറഞ്ഞു. ഏവം ശിവൻ ധനുഷി സന്ധിതമുത്സസർജ ബാണം സവജ്രമിവ ദഹൃദയം വിവേദ സോസൃവമൻ ദശമുഖേന്യപതൽ വിമാനാൽ ആഹേതി ജൽപതി ജലേ സുഹൃതീവരിക്കഥ. രാമ ശ്രീരാമചന്ദ്രസ്വാമി ഏവം ശിവൻ ഇപ്രകാരം രാവണനെ അധിക്ഷേപിച്ചുകൊണ്ട് ബാണം ധനുഷി സന്ധിതം അസ്ത്രത്തെ വില്ലിന്മേൽ തൊടുത്ത് ഉത്സസർജ വിക്ഷേപിച്ചു. വജ്രമെന്നോണം ആ അമ്പു ചെന്ന് ഹൃദയം വിഭേദ ആ രാവണന്റെ ഹൃദയത്തിനെ അങ്ങോട്ട് പിളർന്നു. രാവണൻ ദശമുഖ 10 മുഖങ്ങളിലൂടെയും ആസൃഗ്വമൻ രക്തം വമിച്ചുകൊണ്ട് ജനങ്ങൾ ഹാഹാ ഇതി അയ്യോ അയ്യോ എന്നിങ്ങനെ ജൽപതി സതി മുറവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിമാനാൽ റിക്ത സുഹൃതി വിമാനത്തിൽ നിന്ന് പുണ്യം ക്ഷയിച്ച ഒരു സുഹൃതിയെ എന്ന പോലെ അങ്ങോട്ട് നിലംപതിച്ചു എന്ന് പറയുകയാണ്.
തതോ നിഷ്ക്രമ്യ ലങ്കായ യാതുതാനീ സഹസ്രശ മന്ദോദര്യാസമം തസ്മിൻ പ്രരുദത്യ ഉപാദ്രവൻ. ആ സമയത്ത് മന്ദോദര്യാസമം രാവണ പത്നിമാരായിട്ടുള്ള പത്നിയായിട്ടുള്ള മണ്ഡോദരിയോടുകൂടെ ആയിരക്കണക്കിന് രാക്ഷസ സ്ത്രീകള് പ്രരുദത്യ വാവിട്ട് കരഞ്ഞുകൊണ്ട് ലങ്കായ നിഷ്ക്രമ്യ ലങ്കയിൽ നിന്ന് പുറത്തിറങ്ങി തസ്മിൻ ഉപാദ്ര അവിടെ അങ്ങോട്ട് ഓടിയെത്തി കരഞ്ഞുകൊണ്ട് പറയുകയാണ് സ്വാൻ സ്വാൻ ബന്ധുൻ പരിഷ്യജ്യ ലക്ഷ്മണേഷു വിരർദ്ദിതൻ രുരുസുസ്വരം ദീനാ ഗ്രന്ഥ്യ ആത്മാനമാത്മനാ. ലക്ഷ്മണേഷു ബി ലക്ഷ്മണൻ പ്രയോഗിച്ചുള്ള അസ്ത്രങ്ങളാൽ അർദ്ധിതരാക്കപ്പെട്ട സ്വാൻ അവരവരുടെ ബന്ധുക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവര് തന്നാൽ തന്നെ അവനവനെ ഗ്രന്ഥ്യ ദ്രോഹിച്ചുകൊണ്ട് തങ്ങളുടെ മാറത്തടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവരങ്ങനെ സുസ്വരം രുരുതു വാവിട്ട് കരഞ്ഞു എന്ന് പറയാൻ എന്താണ് ആഹതാസ്മവയം നാഥ ലോകരാവണ രാവണ കം യായൽ ശരണം ലങ്ക തുദ്വിഹീന പരർദ്ദിത. ഹേ നാഥ, ലങ്കയുടെ നാഥനായിട്ടുള്ള ലോകത്തെ മുഴുവൻ കരച്ചിട്ടുള്ളവനുമായിട്ടുള്ള രാവണ, വയം ഞങ്ങളെല്ലാം ഹതാസ്മ ഞങ്ങളെല്ലാം അങ്ങ് മരിക്കപ്പെട്ട ഞങ്ങളെല്ലാവരും മരിച്ച നിഴലായി തീർന്നു. സഹിക്കാൻ വയ്യ ഞങ്ങൾക്ക്. ത്വദ്വിഹീന പരാർദ്ധിത അങ്ങയാൽ വേർപിരിഞ്ഞതും പരാർദ്ധിത ശത്രുക്കളാൽ തകർക്കപ്പെട്ടതുമായ ലങ്കാപുരി കം ശരണം യായ ആരെ ഇനി ആശ്രയിക്കും? അങ്ങ് പോയി കഴിഞ്ഞാൽ ചോദിക്കുകയാണ്. നൈവം വേദ മഹാഭാഗ ഭവാൻ കാമവശം ഗത തേജോനുഭാവം സീതായ ഏന നീതോ ദശാമിമാം. ഞങ്ങൾക്കറിയാം ഹേ മഹാഭാഗ അല്ലെ മഹാഭാഗ്യശാലിയായവനെ, കാമവശ അങ്ങ് എന്ത് കാമത്തിനടിമപ്പെട്ടിട്ടുള്ള അങ്ങ് സീതായ തേജോനുഭാവം സീതാദേവിയുടെ തേജസ്സിനുള്ള ശക്തി ഇത്ര എന്ന് അറിഞ്ഞതേയില്ല. അതുകൊണ്ടാണ് എന്തുണ്ടായി ഇമാം ദശാം നീത ഇപ്രകാരമുള്ള അവസ്ഥയിലേക്ക് നയിക്കപ്പെട്ടത്. കൃതൈഷാവിധവാലങ്ക വയം ച കുലനന്ദന ദേഹ കൃതോന്നം ഗൃധ്രാണം ആത്മാ നരകഹേതവേ. ഈ കുലനന്ദന അല്ലോ തന്റെ വംശത്തിന് ആനന്ദം പകരുന്നവനേ, ഏഷാ ലങ്കാ വിധവ അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലങ്കാവിന് തന്നെ വിധവയാക്കി ചെയ്യപ്പെട്ടു. വയം ച ഞങ്ങളും അപ്രകാരമായി. ദേഹ അങ്ങയുടെ ശരീരം ഗൃധ്രാണം അന്നം കൃത അങ്ങയുടെ ശരീരം കഴുകന്മാർക്ക് ഭക്ഷണമാക്കി തീർക്കപ്പെട്ടു. ആത്മാ നരകഹേതവേ ആത്മാവാണിച്ചാലോ നരക ദുഃഖത്തിലേക്ക് തള്ളപ്പെട്ടു. അതൊക്കെ ഈ രാക്ഷസപത്നിമാരെ വിളിച്ച് കരയണതാണ്. ശ്രീശുവാച സ്വാനം വിഭീഷണശ്ചക്രേ കൗസലേന്ദ്ര അനുമോദിത പിതൃമേധവിധാനേന യദുക്തം സാമ്പരായികം. ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, കൗസലേന്ദ്ര അനുമോദിത കോസലരാജാവായിട്ടുള്ള ശ്രീരാമനാൽ അനുമോദിതനായി വിഭീഷണൻ സ്വാനാം സാമ്പരായികം തൻ്റെ ബന്ധുക്കളുടെ എല്ലാവരുടെയും പരലോകപ്രാപ്തിക്ക് ഉപയുക്തമായിട്ടുള്ള ക്രിയകൾ എന്താണോ ഈ ഉക്തം എന്താണ് വിധിക്കപ്പെട്ടത് അതെല്ലാം പിതൃയജ്ഞ വിധി പ്രകാരം ചക്രേ നിർവഹിച്ചു. തതോദർശ ഭഗവാൻ അശോകവനികാശ്രമേ കാമാം സ്വവിരഹവ്യാധിം ശിംശവാമൂലമാസ്ഥിരം രാമ പ്രിയതമാം ഭാര്യാം ദീനാം വിഖ്യാന്വകമ്പത ആത്മസന്ദർശനാഹ്ലാദ വികസന്മുഖപങ്കജം. അതിനുശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അശോകവനിക എന്ന ഉദ്യാനത്തിൽ ശിംശവാമൂലമാസ്ഥിതാം ശിംശവം എന്ന വൃക്ഷച്ചൂട്ടിലിരിക്കുന്നവളും ക്ഷാമ മെലിഞ്ഞവളും സ്വവിരഹവ്യാധിം തൻ്റെ വിരഹത്താൽ വ്യാധി ബാധിച്ചവളും ദീനയായവളും ആത്മസന്ദർശന ആഹ്ലാദ വികസൽ മുഖപങ്കജം തന്നെ കണ്ടിട്ടുള്ള ആ ആഹ്ലാദം കൊണ്ട് വിടർന്ന താമര പോലുള്ള മുഖമുള്ളവളും തനിക്ക് പ്രിയതമയുമായ ഭാര്യയെ ദദർശ കണ്ടു. അവളെ കണ്ടിട്ട് അന്വകമ്പത വളരെയധികം അദ്ദേഹത്തിന് അനുകമ്പ തോന്നി എന്ന് പറയുകയാണ്. ആരോപ്യാരുരുഹേയാനം ഭ്രാതൃഭ്യം ഹനുമദ്യുത വിഭീഷണായ ഭഗവാൻ ദത്വാ രക്ഷോ ഗണേശതം. അതിനുശേഷം വിഭീഷണായ ഭഗവാൻ ദത്വാ രക്ഷോ ഗണേശ വിഭീഷണന് ലങ്കാപുരിയും രാക്ഷസ വംശത്തിന്റെ ആധിപത്യവും അനുവദിച്ചു കൊടുത്തതിന് ശേഷം
ഭഗവാൻ എന്ത് ചെയ്തു? ആരുരുഹേയാനം, അവളോട് തൻ്റെ പത്നിയായിട്ടുള്ള സീതാദേവിയെ ആരോപ്യ വിമാനത്തിൽ, പുഷ്പവിമാനത്തിൽ കയറ്റിയിട്ട് ആ ലക്ഷ്മണ ഭ്രാതാക്കളായിട്ടുള്ള ലക്ഷ്മണ സുഗ്രീവന്മാരോടുകൂടി ഹനുമാനോടും കൂടിയിട്ട് താനും കയറി ആ വിമാനത്തിൽ അങ്ങോട്ട് കയറി എന്ന് പറയണം കേട്ടോ. ആയുശ്ചകൽപാന്തം യയൗ ചീർണം വ്രതപുരിം അവഹീര്യമാണ കുസുമയിൽ ലോകപാലാർപ്പിതൈപതി. ആ ലങ്കാപുരിയെ കൊടുത്തു വിഭീഷണ. അതുമാതിരി കൽപ്പാന്തകാലം വരെയുള്ള ആയുസ്സും അദ്ദേഹത്തിന് നൽകി. എന്നിട്ടോ ചീർണം വ്രതസമാപ്തി വരുത്തിയിട്ട് വഴിയില് പതി ലോകപാല അർപ്പിത, ഇന്ദ്രാദി ലോകപാലന്മാര അർപ്പിക്കപ്പെട്ട പുഷ്പവൃഷ്ടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ യാത്രയായി ആ പുഷ്പവിമാനത്തിൽ. ഉപഗീയമാനചരിത ശതദ്ധ്യാതിവിർമുദ ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാതരം വൽക്കരാംബരം. ഇങ്ങനെ എല്ലാവരാലും സ്തുതിക്കപ്പെട്ടു പോകുന്ന ശ്രീരാമചന്ദ്രൻ അപ്പോഴാണ് കേട്ടത് തൻ്റെ സഹോദരനായിട്ടുള്ള ഭരതനും അതുമാതിരി ശത്രുഘ്നനും എന്താണ് ഗോമൂത്രയാവകം, എന്താണ് ഉപഗീയമാനചരിത ശതധൃത്യാദിവിർമുദ, ബ്രഹ്മാദി ദേവന്മാരാൽ ഇങ്ങനെ വാഴ്ത്തപ്പെട്ട മാഹാത്മ്യത്തോടുകൂടി മോദത്തോടുകൂടി മുതായ യാത്രയായിട്ട് എന്ത് ചെയ്തു? ഭ്രാതരം ഗോമൂത്രയാവകം, അതായത് തൻ്റെ ഭരതനുണ്ടല്ലോ ഈ 14 വർഷവും ഗോമൂത്രത്തിൽ പാകം ചെയ്തിട്ടുള്ള യവാന്നം ഭക്ഷിക്കുന്നവനായിട്ട് അറിഞ്ഞിട്ട്, ഇന്ന് മാത്രമല്ല വൽക്കലാംബരം, ആ മരവിരി ഉടുത്തുകൊണ്ട് അങ്ങനെ ഒരു വനമാശിച്ചുകൊണ്ടാണ് നന്ദിഗ്രാമത്തിൽ കഴിയുമെന്ന് അറിഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് മഹാകാരുണ്യോതപ്യൽ ജഡിലം സ്തണ്ഡിലേശയം ഭരതപ്രാപ്തമാകർണ്യ പൗരാമാത്യപുരോഹിതൈ പാതുകേ ശിരസിന്യസ്യ രാമം പ്രത്യുദ്യതോഗ്രജം നന്ദിഗ്രാമാൽ സ്വശിവിരാൽ ഗീതവാദിത്ര നിസ്വനൈ. ആ കാരുണ്യം കൊണ്ടും ആ വിഷമം കൊണ്ടും സഹോദര സ്നേഹം കൊണ്ടും അങ്ങോട്ട് വിഷമിച്ചുകൊണ്ടും ആ കാരുണികനായിട്ടുള്ള അദ്ദേഹം എന്ത് ചെയ്തു? ആ ജഡിലം സ്തണ്ഡിലേശയം അതായത് ഭരതൻ അങ്ങനെ ജടാധാരിയായിട്ട് നിലത്ത് കിടക്കുന്നവനായിട്ട് അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? വളരെയധികം ദുഃഖിച്ചു എന്നിട്ടോ. അഗ്രജം രാമം പ്രാപ്തം, തൻ്റെ ജ്യേഷ്ഠം വന്നിരിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ആകർണ്യ കേട്ടിട്ട് ഭരതൻ പൗരാമാത്യ പുരോഹിത നഗരവാസികളോടും മന്ത്രിമാരോടും പുരോഹിതന്മാരോടും കൂടി ഭഗവാന്റെ മെതിയടികളെ തൻ്റെ ശിരസിൽ അങ്ങനെ എടുത്തു വെച്ചിട്ട് നന്ദിഗ്രാമത്തിൽ നിന്ന് സ്വശിവിര തൻ്റെ അവിടെ നന്ദിഗ്രാമത്തിലാണ് അദ്ദേഹം വസിക്കുന്നത്. അവിടെ നിന്ന് ഗീതവാദിത്ര നിസ്വനെ കൊട്ടും പാട്ടുമായിട്ട് എതിരേക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ബ്രഹ്മഘോഷേണ ചമുഹു പടഭി ബ്രഹ്മവാദിഭി സ്വർണ്ണകക്ഷപതാകാഭിർ ഹൈമൈ ചിത്രധ്വജൈരഥൈ സദസ്വൈരുഗ്മസന്നാഹൈ ഭടൈ പുരണവർമ്മഭി ശ്രേണീഭിർ വാരമുഖ്യാഭിർ ഭൃത്യൈശ്ചൈവ പരാനുഗൈ അനുഗൈ പാരമിത്യാന്യുപാദായ പണ്യാന്യുച്ചാവതാനി ച പാദയോ നിപതൽ പ്രണ പ്രക്ലിന്ന ഹൃദയേക്ഷണ പാതുകേന്യസ്യ പുരത പ്രാഞ്ജലി ബാഷ്പലോചന തമാശ്ലിഷ്യചിരോർദോർധിരം ദോർഭ്യം സ്നാപയൻ നേത്രജൈർജലൈ. എങ്ങനെയാണ് ഭരതൻ ഘോഷയാത്രയായിട്ട് ശ്രീരാമചന്ദ്രസ്വാമി സ്വീകരിക്കാൻ പോണത്? ബ്രഹ്മഘോഷേണ ച മുഹു, അതായത് ഇങ്ങനെ തുടരെ വേദമന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉച്ചരിക്കുന്ന ബ്രഹ്മവാദിവിച്ച വേദജ്ഞന്മാരോട് കൂട്ടിയിട്ടും ബ്രഹ്മവാദി പടദ്ഭി അവരിങ്ങനെ വേദമന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉച്ചരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വേദജ്ഞന്മാരോട് കൂടിയിട്ട് അതുമാതിരി സ്വർണ്ണകക്ഷ പതാകാഭി, നല്ല തങ്ക കസവകളായിട്ടുള്ള കൊടിക്കൂറകളുള്ള ഹൈമൈ ചിത്രധ്വജൈ രുക്മസന്നാഹൈ സദശ്വൈ രഥൈ. എങ്ങനെയാണ്? നല്ല തനി സ്വർണ്ണമയായിട്ടുള്ള അത്ഭുത ധ്വജങ്ങളോട് കൂടിയിട്ടുള്ള നല്ല തങ്കച്ചമയങ്ങളെ കണിഞ്ഞിട്ടുള്ള നല്ല ഇനം കുതിരകളെ പൂട്ടിയിട്ടുള്ള തേരുകളോടും പുരടവർമ്മഭി ഭടൈ, നല്ല കവചങ്ങൾ തങ്ക കവചങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഭടന്മാരോടും ശ്രേണീഭി വണിക് സംഘങ്ങളോടും വാരമുഖ്യാഭി ശ്രേഷ്ഠകളായിട്ടുള്ള ദേവദാസികളോടും പദാനുഗൈ കാൽനടക്കാരായ ഭൃത്യൈച്ച ഏവ ഭൃത്യന്മാരോടുമൊത്ത് പാരമേഷ്ട്യാനി ഉച്ചാവചാനി പണ്യാനി ച രാജകീയ പ്രൗഢി കലർന്നിട്ടുള്ള പലതരത്തിലുള്ള ഉപായന സാമഗ്രികളെയും അതുമാതിരി ഉപാദായ അതെല്ലാം എടുത്തുകൊണ്ട്
പ്രേംണ പ്രക്ലിന്ന ഹൃദയക്ഷണ തൻ്റെ സഹോദരനോടുള്ള സ്നേഹവായ്പ കൊണ്ട് അങ്ങനെ അലിഞ്ഞ ഹൃദയത്തോടും നേത്രങ്ങളോടും കൂടിയവനായിട്ട് അങ്ങനെ കണ്ണീരൊഴുകിക്കൊണ്ടാണ് ആ ഭരതൻ പുരത പാതുകേ വേഗം തൻ്റെ മുമ്പിൽ കണ്ടതൊക്കെ വന്നുള്ള നിൽക്കുന്ന ജ്യേഷ്ഠനെ കണ്ടിട്ട് പാതുകേ ന്യസ്യ ആ ഏട്ടൻ്റെ കാലുകളുടെ മുമ്പിൽ തൻ്റെ ശിരസിലുണ്ടായിരുന്ന മെതിരുകളെ കണ്ട് ചേർത്ത് വെച്ച് പ്രാഞ്ജലി ബാഷ്പലോചന കൂപ്പുകൈകളോട് കൂടിയിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് നിയപതൽ അങ്ങോട്ട് ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് വീണു. അദ്ദേഹം ആ ഭരതനെ ആ ശ്രീരാമചന്ദ്രൻ ദൗർഭ്യാം ശ്രീരാമചന്ദ്രൻ ആ ഭരതനെ തൻ്റെ 2 കൈകളെ കൊണ്ടും ആലിംഗനം ചെയ്ത് നേത്രജൈ ജലൈ സ്നാപയൻ ചിരം തസ്ഥൗ. എന്താണ് ആ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു? അതേമാതിരി പ്രേമ വായ്പോട് കൂടിയിട്ട് ആ തൻ്റെ സഹോദരനെ അങ്ങനെ ആലിംഗനം ചെയ്ത് ആ ഭരതൻ്റെ ശിരസ്സിൽ ആ തൻ്റെ കണ്ണീരങ്ങ കൊണ്ട് അങ്ങനെ കുളിപ്പിച്ചുകൊണ്ട് അങ്ങനെ കുറച്ചു നേരം അങ്ങനെ നിന്നു. രാമോ ലക്ഷ്മണ സീതാഭ്യം വിപ്രേദ്യോ യേരുഹസത്തമാ തേഭ്യ സ്വയം നമശ്ചക്രേ പ്രജാഭിശ്ച നമസ്കൃത. ലക്ഷ്മണ സീതാഭ്യാം രാമ ലക്ഷ്മണനോടും സീതയോടും കൂടിയ ശ്രീരാമചന്ദ്രൻ വിപ്രേഭ്യ അർഹസത്തമാ തേഭ്യ ബ്രാഹ്മണർക്കും അതുമാതിരി പൂജാർഹരായിട്ടുള്ള ആരൊക്കെ ഉത്തമന്മാരായിട്ടുള്ള ആരൊക്കെ അവിടെ വന്നിട്ടുണ്ടോ അവർക്കും തേഭ്യ അവർക്കും സ്വയം അവരെല്ലാവരെയും അവർ 3 പേരും നമസ്കരിച്ചു. എന്നിട്ടോ പ്രജാഭി നമസ്കൃത പ്രജകളെല്ലാവരും ആ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും സീതാദേവിയും തിരിച്ച് നമസ്കരിച്ചു. ധുന്വന്ത ഉത്തരാസംഗാൻ പതിം വീക്ഷ്യ ചിരാഗതം ഉത്തരാ കോസലാമാല്യൈ കിരന്തോ നൃതുമുദാ. ചിരാഗതം പതിം വീക്ഷ്യ വളരെ കാലം കഴിഞ്ഞിട്ട് 14 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന തങ്ങളുടെ നാഥനെ കണ്ടിട്ട് ഉത്തരകോസലവാസികളെല്ലാവരും ഉത്തരാസംഗാൻ ധുന്വന്ത തങ്ങളുടെ ഉത്തരീയ വസ്ത്രങ്ങളൊക്കെ അങ്ങനെ വീശിക്കൊണ്ടും മാല്യൈ കിരന്ത കയ്യിലുള്ള പൂമാലകൾ അങ്ങനെ വർഷിച്ചുകൊണ്ടും നൃത്തം വെച്ചു. പാതുകേ ഭരതോ ഗൃണ്ണാൽ ചാമരം വ്യജനോത്തമേ വിഭീഷണ സസുഗ്രീവ ശ്വേതഛത്രം മരുൽസുത. അപ്പോഴേക്കും ഭരതൻ വന്നിട്ട് ആ ഭഗവാന്റെ പാതുകങ്ങളും സസുഗ്രീവ സുഗ്രീവനും വിഭീഷണനും കൂടി ചാമരവ്യജനോത്തമ വിശേഷപ്പെട്ട വെൺചാമരം വീശി കാലവട്ടം എന്നിവയും മരുൽസുത ശ്രീ ഹനുമാൻ വെൺകൊറ്റക്കൊടയും ആ ഗൃണൽ പിടിച്ചു ഭഗവാന്. അങ്ങനെ പിന്നെ കൂടെ ധനുർനിഷ ശത്രുഘ്ന സീതാതീർത്ഥകമണ്ഡലും അവിഭ്രൽ അംഗദ ഖഡ്ഗം ഹൈമം ചർമ്മക്ഷരൻ നൃപാ. പരീക്ഷിത്തെ ശത്രുഘ്നൻ ധനുർനിഷങ്കാൻ വില്ലും അവനാഴികളും ആ ഭഗവാന്റെ വില്ലും അവനാഴികളൊക്കെ ശത്രുഘ്നൻ പിടിച്ചു. സീതാദേവി തീർത്ഥകമണ്ഡലു പിടിച്ചു. അംഗദൻ ഖഡ്ഗം വാളും. ഋക്ഷരാജാവായിട്ടുള്ള ജാമ്പവാൻ സ്വർണം ഹൈമം ചർമ്മ സ്വർണമയമായിട്ടുള്ള പരിചയം അഭിഭ്രൽ എടുത്തു. പുഷ്പഹസ്തോന്വിതസ്ത്രീഭി സ്തൂയമാനശ്ചവന്തിഭി വിരേജേ ഭഗവാൻ രാജൻ ഗ്രഹൈശ്ചന്ദ്രൈവോദിതാ. പരീക്ഷിത്തെ രാജൻ ഇങ്ങനെ പുഷ്പവിമാനത്തിലിരിക്കുന്ന ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സ്ത്രീഭി അന്വിത തൻ്റെ കൂടെയുള്ള സ്ത്രീജനങ്ങളോടും മറ്റുള്ള സ്തുതിപാഠകന്മാരോടും കൂടാന് ബന്ധിവി സ്തൂയമാന സ്തുതിപാഠകന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായിട്ട് എങ്ങനെ നിന്നു അദ്ദേഹം. ഉദിച്ചു വരുന്ന ചന്ദ്രൻ ഗ്രഹങ്ങളെ കൊണ്ടെന്നോണം വിരേജേ വിളങ്ങി അവരുടെ അങ്ങനെ അദ്ദേഹം വിളങ്ങി. ഭ്രാതൃവിണ്ണന്തിരസോഭി സോത്സവം പ്രാവിശൽപുരിം പ്രവിശ്യ രാജഭവനം ഗുരുപത്നി സ്വമാകരം ഗുരുൻ വയസ്യാവരജൻ പൂജിത പ്രത്യപൂജയൽ വൈദേഹി ലക്ഷ്മണശ്ചൈവ യഥാവൽ സമുപേയതോ. ഭ്രാതൃവി നന്ദിത ഇപ്രകാരം തൻ്റെ സഹോദരന്മാരാൽ അനുമോദിക്കപ്പെട്ട ആ ശ്രീരാമചന്ദ്രനാകട്ടെ സോത്സവാം പുരിം വളരെ ഒരു ഉത്സവ ലഹരിയിൽ എത്തിക്കഴിഞ്ഞുള്ള അയോധ്യ നഗരത്തിലേക്ക് പ്രാവശ്യം അങ്ങോട്ട് പ്രവേശിച്ചു. രാജഭവനം പ്രവിശ്യ രാജധാനിയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട്
സ്വമാതരം തൻ്റെ മാതാവായുള്ള കൗസല്യാദേവിയെയും ഗുരുപത്നി മറ്റ് പിതൃപത്നിമാരെയും ഗുരുക്കന്മാരെയും വയസ്യാവരജൻ സമപ്രായക്കാരായ സുഹൃത്തുക്കളെയും അവരുടെ താഴെയുള്ളവരെയും ഒക്കെ അവരാൽ പൂജിക്കപ്പെട്ടുകൊണ്ടും അവരെയും പ്രതിസൽക്കാരം ചെയ്തുകൊണ്ടും അങ്ങനെ അവിടെ അങ്ങോട്ട് കയറി ചെന്ന് പറയുകയാണ്. ആ സമയത്ത് വൈദേഹി ലക്ഷ്മണ ചേവ സീതാദേവിയും ലക്ഷ്മണനും രാജധാനിയിൽ മുറപ്രകാരം പ്രവേശിച്ചു. പുത്രൻ സ്വമാതരസ്താസ്തു പ്രാണം സ്തന്വൈവോത്ഥിത ആരോപ്യാംഗേ വിഷിഞ്ചന്ത്യോ ബാഷ്പൗഘൈർ വിജഹു ശുച തന്വ പ്രാണാൻ ഇവ. അങ്ങനെ ആ അവയവങ്ങൾ പ്രാണങ്ങൾ നഷ്ടപ്പെട്ടു പോയ പ്രാണങ്ങളെ എങ്ങനെ തിരിച്ചു കിട്ടിയ മാതിരി അവരെല്ലാവരും ഉത്ഥിത പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ആ സ്വമാതാക്കന്മാരെ ഭഗവാന്റെ മാതാക്കളായിട്ടുള്ള കൗസല്യ കൈകേയി സുമിത്ര അവരെല്ലാവരും പുത്രാൻ അങ്കെ തങ്ങളുടെ പുത്രന്മാരെ ആ മടിയിലിരുത്തി കണ്ണീരാൽ അഭിഷിഞ്ചന്ത്യ കുളിപ്പിച്ചിട്ട് ശൂച വിജഹ അവരുടെ വ്യസനങ്ങളെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുകയാണ്. ഈ ഗുരുപത്നിമാരിൽ മാതാക്കന്മാർ മാത്രമല്ല വസിഷ്ഠപത്നിയായുള്ള അരുന്ധതിയും ഉൾപ്പെടും എന്ന് ഓർമ്മിക്കണം. ഇവിടെ നീ നടക്കാൻ പോകുന്നത് ശ്രീരാമ പട്ടാഭിഷേകമാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് ആ കൗസല്യാദേവിയുടെ കണ്ണിയിൽ നിന്ന് ആ ബാഷ്പധാര കൊണ്ട് ശ്രീരാമചന്ദ്രന് ആദ്യം അഭിഷേകം നടത്തിയെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ കൈകേയി ആ മുടക്കിയുള്ള അഭിഷേകം ഇങ്ങനെ കൗസല്യ സഫലമാക്കിയതും കൂടി. ജടാ നിർമുച്യ വിധിവൽ കുലവൃദ്ധൈ സമം ഗുരു അഭ്യഹിഞ്ചല്യദൈവേന്ദ്രം ചതുസിന്ധുജലാധിഭീ. അതിനുശേഷം ജടയും ചിരങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞിട്ട് യഥാ ഇന്ദ്രം ഇവ കുലവൃദ്ധ ഇന്ദ്രനെ ഏതു പ്രകാരമോ അതുപോലെ കുലവൃദ്ധന്മാരോട് കൂടിയ ഗുരു വസിഷ്ഠ ഗുരു ചതുസിന്ധു ജലാധിപി 4 സമുദ്രങ്ങളിലെ ജലവും മറ്റും കൊണ്ടുവന്ന ശ്രീരാമചന്ദ്രനെ വിധിവൽ അഭ്യഹിഞ്ചൽ അഭിഷേകം ചെയ്തു. ഏവം കൃതശിരസ്നാന സുവാസാസ്വലങ്കൃത സ്വലങ്കൃതൈ സുവാസോഭിർ ഭ്രാതൃഭിർ ഭാര്യയാ ബഭൗ. ഏവം കൃതശിരസ്നാന ഇപ്രകാരം ശിരസിലെ അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് സുവാസ നല്ല വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചവനും സ്രഗ്വി നല്ല പൂമാല അണിഞ്ഞവനും അലങ്കരിക്കപ്പെട്ടവനുമായ ശ്രീരാമചന്ദ്രൻ സ്വലങ്കൃതൈ സുവാസോഭി നന്നായിട്ട് അലങ്കരിക്കപ്പെട്ടവരും നല്ല വസ്ത്രങ്ങളും ധരിച്ചവരുമായ സഹോദരന്മാരോടും ഭ്രാതൃഭി സഹോദരന്മാരോടും ഭാര്യയാ തൻ്റെ പത്നിയോടും കൂടി അങ്ങനെ ആയി ചേർന്നു എന്ന് പറയുകയാണ്. അഗ്രഹീൽ ആസനം ഭ്രാത്ര പ്രണിപത്യ പ്രസാദിത പ്രജാസ്വധർമ്മനിരത വർണ്ണശ്രമഗുണാന്വിത ജുഗോപ പിതൃവൽ രാമോ മേനിരേ പിതരം ചതം. ഭ്രാത്ര പ്രണിപത്യ തൻ്റെ സഹോദരനായിട്ടുള്ള ഭരതനാൽ നമസ്കരിച്ച് പ്രസാദിക്കപ്പെട്ടവനായിട്ട് ആസനം അഗ്രഹിയിൽ ആ സിംഹാസനത്തെ സ്വീകരിച്ചു. വർണ്ണാശ്രമഗുണാന്വിത വർണ്ണാശ്രമങ്ങളുടെ ഗുണങ്ങളോടുകൂടിയ ശ്രീരാമചന്ദ്രൻ സ്വധർമ്മ അനുഷ്ഠാന തൽപരന്മാരായ പ്രജകളെ പിതൃതുല്യം ജുഗോപ പരിപാലിച്ചു. അവരോ അദ്ദേഹത്തെ പിതരം പിതാവായി തന്നെ കരുതി. മേനിരേ ത്രേതായം വർത്തമാനായം കാല കൃതസമോ ഭവൽ രാമേ രാജനിധർമ്മജ്ഞേ സർവഭൂതസുഖാവഹേ. എന്തിനു പറയുന്നു? ശ്രീരാമചന്ദ്രൻ ആ രാജ്യം ഭരിക്കുന്ന സമയത്ത് സർവഭൂതസുഖാവഹേ എല്ലാ ജീവജാലങ്ങൾക്കും സുഖം നൽകുന്നവനാണ് ധർമ്മജ്ഞേ രാമേ. അതായത് ധർമ്മജ്ഞനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ രാജാവായിരിക്കുന്ന സമയത്ത് ത്രേതായുഗമാണെങ്കിൽ കൂടിയിട്ട് എന്തുണ്ടായി? ത്രേതായാം വർത്തമാനായാം കൃതസമ കാലം കൃതയുഗത്തിന് തുല്യമായി അഭവൽ ആയിത്തീർന്നു എന്ന് പറയണം. എന്താണ് കൃതയുഗം എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും എല്ലാവരും കൃതകൃത്യന്മാരായിരുന്നു. അവർക്ക് ആർക്കും വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല, എല്ലാം സന്തുഷ്ടന്മാരായിട്ട് ആയിരുന്നു എന്ന് പറയുകയാണ്. കാരണം ഭരതന്റെ ഭരണഫലമായിട്ടുണ്ടല്ലോ ജനങ്ങളൊക്കെ വർണ്ണാശ്രമധർമ്മ നിരതന്മാരായിരുന്നു. ശ്രീരാമചന്ദ്രസ്വാമി അതിക്ക് അതങ്ങോട്ട് നിലനിർത്തേണ്ട ആവശ്യമേ വന്നുള്ളൂ എന്ന് പറയുകയാണ്. അതിൻ്റെ ആ
കുറച്ചും കൂടി വിസ്തരിക്കുകയാണ്. വനാനി നദ്യോ ഗിരയോ വർഷാണി ദ്വീപസിന്ധവ സർവേ കാമതുകാ ആസൻ പ്രജാനാം ഭരതർഷഭ. ഹേ ഭരതർഷഭ, ആ ഭരതവംശശ്രേഷ്ഠനായിട്ടുള്ള പരീക്ഷിത്തെ, വനാനി നദ്യ ഗിരയ, വർഷാണി കാടുകള്, നദികള്, പർവ്വതങ്ങള്, വർഷങ്ങള്, ദ്വീപസിന്ധവ ദ്വീപുകള്, സമുദ്രങ്ങള് എല്ലാം സർവേ പ്രജാനാം കാമതുക ആസൻ, ജനങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളത് ആ ആഗ്രഹത്തിന് ഒത്തവയായിട്ട് ആ വസ്തുക്കളൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ തീർന്നു എന്ന് പറയുകയാണ്. നാദിവ്യാധിജരാഗ്ലാനി ദുഃഖശോകഭയക്ലമ മൃത്യുശ്ചാനിച്ഛതം നാസീൽ രാമേ രാജന്യധോക്ഷജേ. അധോക്ഷജേ രാമേ രാജനി, അതായത് അധോക്ഷജനാണ് മഹാവിഷ്ണു തന്നെയാണ് ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമി. അദ്ദേഹം രാജാവായിരിക്കുന്ന സമയത്ത് ആദിവ്യാധി ജരാഗ്ലാനി ദുഃഖശോക ഭയക്ലമ, ആർക്കും ആദി വ്യാധി വാർദ്ധക്യം കൊണ്ടുള്ള ക്ഷീണം, ക്ലേശം, സങ്കടം, പേടി, തളർച്ച ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, എന്താണ് അനിച്ഛത മൃത്യു ആസീൽ, തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം മരിച്ചാൽ മതി, അല്ലെങ്കിൽ എങ്കിലേ ഇച്ഛയ്ക്ക് വിപരീതമായിട്ടുള്ള മരണവും കൂടിയിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. ആലോചിച്ച് നോക്കൂ. ഏകപത്നീം വ്രതതരോ രാജർഷിചരിതശ്വരി സ്വധർമ്മം ഗൃഹമേലീയം ശിക്ഷയൻ സ്വയമാചരൻ പ്രേംണാനുവൃത്യാശീലേന പ്രശ്രയാവനതം സതീ ദിയാഹ്രിയാജ ഭാവജ്ഞാ ഭർത്തു സീതാഹരൻ മന. ഏകപത്നീം വ്രതതര, ഏകപത്നീ വ്രതം, സീതാദേവി മാത്രം പതിവ്രതയായുള്ള പത്നി മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള രാജർഷിമാരുടെ ചരിതമുള്ളവനും ശുചി വിശുദ്ധനുമായിരുന്ന അദ്ദേഹം ഗൃഹമേദീയം സ്വധർമ്മം, ഗൃഹസ്ഥാശ്രമത്തെ സംബന്ധിച്ചുള്ള തന്റെ സ്വധർമ്മത്തെ സ്വയം ആചരിച്ചുകൊണ്ടും ശിക്ഷയൻ അന്യരെ പഠിപ്പിച്ചുകൊണ്ടും ഇരുന്നു. സാധ്വിയായിട്ടുള്ള സീതാദേവി പ്രേമം കൊണ്ടും അനുവർത്തിയ, അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ അനുസരിച്ചുകൊണ്ടും ശീലേന സൽസ്വഭാവം, ബുദ്ധി, ലജ്ജ ഇവയാൽ വിനയത്തോടെ വർത്തിക്കുന്നവളും ഭാവജ്ഞ, അദ്ദേഹം പറയാതെ തന്നെ അദ്ദേഹത്തിന്റെ ഇംഗിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവളുമായിട്ട് ഭർത്തു മന അഹരൽ, തന്റെ ഭർത്താവായുള്ള ശ്രീരാമദേവന്റെ മനസ്സിനെ സ്വാധീനിച്ചു. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ രാമാനുചരിതം നാമ ദശമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൃത്യുശ്ചാനിച്ഛതം നാസിൽ എന്നതാണ് രാമരാജ്യത്തിന്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യം എന്നാണ് ശ്രീധരാജ സ്വാമികൾ പറയുന്നത്. നജസ്മ വൃദ്ധ ബാലാനം പ്രേതകാര്യാണി കുറുവതെന്ന് വാൽമീകി രാമായണത്തിലുള്ള വാക്ക്, അതിന്റെ അർത്ഥമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ദുഃഖമയുള്ള സന്ദർഭം എന്താണ്? തന്നേക്കാൾ പ്രായം കുറഞ്ഞവരുടെ ശേഷക്രിയ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കന്ന് ശ്രീരാമചന്ദ്രന്റെ മരണകാലത്ത് ഉണ്ടായില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ സമത്വമാണ് കാണിക്കുന്നത്. അതിനെയാണ് യഥാർത്ഥ രാമരാജ്യത്തിനെ രാമരാജ്യമാക്കി തീർക്കുന്നത്. അതിനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. 56-ാമത്തെ ശ്ലോകത്തിലെ ആദ്യ ഭാഗത്തിലെ പ്രേംണ അനുവൃത്യാശീലേന പ്രശ്രയാവനതാ സതി എന്നാണ് കൂടുതൽ ശരിയായിട്ടുള്ള പാഠം.